നമസ്തേ, വെൽക്കം ടു അവർ ചാനൽ ദ വീൽ ഓഫ് ഫോർച്യൂൺ 7/7 ടാറോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് അറിയോ? മോർണിംഗ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. കറൻറ്റ് ഫീലിങ്സ് ആണ് ഇതിൽ. കറൻറ്റ് സിറ്റുവേഷൻസ് നിങ്ങൾ നോ കോൺടാക്റ്റിലാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ് എന്ന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല, നിങ്ങൾക്കത് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഒത്തിരിയധികം ഹെൽപ്ഫുൾ ആകും. ബിക്കോസ് ആ ഒരു രീതിക്കാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് പ്രസൻറ്റ് എനർജീസ് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ ഈ ഒരു റീഡിങ്സ് എത്ര വർഷങ്ങൾക്ക് ശേഷം കണ്ടാലും നിങ്ങൾക്കിത് റെസനേറ്റ് ആവും. കാരണം ഇതൊരു ടൈംലെസ് റീഡിങ്സ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ജെൻഡർലെസ് റീഡിങ്സ് ആണ്. റീഡിങ്സിൽ ഒരിക്കലും ജെൻഡേഴ്സ് ഇല്ല, നമ്മൾ എനർജീസ് മാത്രമായിരിക്കും പറയുന്നുണ്ടാവുക കേട്ടോ. നമുക്ക് നോക്കാം. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ participation, courage, okay, friendliness, receptivity, laziness. See, ഫസ്റ്റിൽ തന്നെ ഈ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ വല്ലാത്തൊരു സോൾ കണക്ഷൻ ഉണ്ട് ഈ ഒരു വ്യക്തിയായിട്ട്. ഇവർക്ക് വല്ലാത്തൊരു സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ട്. കാരണം എന്താ പറയുക, ഒരു പക്ഷേ നമുക്ക് ചില ആളുകളോട് ഒരു സോൾ കണക്ഷൻ ഫീൽ ചെയ്തില്ല. എന്തുകൊണ്ടാണ് സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്നത്? ലൈക്ക് നമുക്ക് അവരുമായിട്ട് എന്താ പറയുക, ഒരു ഇൻറ്റിമസി ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പം നമ്മൾ അല്ലെങ്കിൽ നമുക്ക് മുൻജന്മ ബന്ധമുണ്ട് എന്നൊക്കെ നമ്മൾ ബിലീവ് ചെയ്യുന്നുണ്ടാവും. അപ്പം ആ ഒരു എനർജീസാണ് ഇവിടെ ആ ഒരു ഫ്രണ്ട്നെസ്സിൻ്റെ കാർഡ് അല്ലെങ്കിൽ ഒരു സോൾ കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു എനർജിയാണ് നിങ്ങളുടെ അടുത്ത് ഈ ഒരു വ്യക്തി ഫീൽ ചെയ്യുന്നത്. ഇവർക്ക് എപ്പോഴും എന്താ പറയുക, ലൈക്ക് നിങ്ങളെന്നുള്ള ഒരു വ്യക്തി ഇവർക്ക് എപ്പോഴും എന്താ ഒരു റിസീവിങ് മോഡിൽ ഇങ്ങനെ നിന്ന് വെച്ചാൽ മതി നിങ്ങളുടെ അടുത്ത്. ലൈക്ക് നിങ്ങൾ ഒരിക്കലും അങ്ങോട്ടേക്ക് ഫോഴ്സ്ഫുള്ളി എനിക്ക് ഈക്വൾക്ക് വേണ്ടേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഡിസേർവ് ചെയ്യുന്ന എനിക്ക് വേണം എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. കാരണം നിങ്ങളെപ്പോഴും ഇവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെപ്പോഴും അൺകണ്ടീഷണൽ എന്നുള്ളൊരു എനർജിയിലാണ്, അതായത് വിത്തൗട്ട് എനി കണ്ടീഷൻസ്. ഒരു കണ്ടീഷൻസും ഇല്ലാതെയാണ് നിങ്ങളിവരെ സ്നേഹിച്ചിട്ടുള്ളത്. കാരണം നിങ്ങൾ അവരുടെ അടുത്തുനിന്ന് നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ കൂടെ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നതിന് അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് നിൽക്കുന്നതിന് നിങ്ങൾ ഒരിക്കലും ക്യാഷോ ഇവരുടെ സ്വത്തോ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇവരുടെ നെയിം ഫെയിം ഒന്നും കണ്ടിട്ടല്ല. ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയായിരിക്കും ഒരു പക്ഷേ. എന്നിട്ടും നിങ്ങൾ അവരെ അൺകണ്ടീഷണലായിട്ട് ഒരു പക്ഷേ നിങ്ങളെന്നുള്ളൊരു വ്യക്തിയുടെ ഒരു പൊസിഷൻസ് അല്ലെങ്കിൽ നിങ്ങളെന്നുള്ളൊരു വ്യക്തിയെ വെച്ച് നോക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ലവും അറ്റൻഷനും കെയറും ഒന്നും ഡിസേർവ് പോലും ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ എന്നിട്ട് പോലും നിങ്ങൾ എപ്പോഴും ഒരു അൺകണ്ടീഷണൽ എന്നുള്ളൊരു എനർജിയിൽ നിന്നിട്ടുണ്ട്. റിലേഷനിൽ എപ്പോഴും ആളിങ്ങനെ ഒരു റിസീവിങ് എനർജീസിൽ ആണ് ഇങ്ങനെ നിന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു എനർജിയിൽ നിങ്ങൾ ആരുടെ അടുത്തും എങ്കിലും ഈ ഒരു വ്യക്തിക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ട്, നിങ്ങളുടെ അടുത്താണ് നിൽക്കാൻ പറ്റിയിട്ടുള്ളത്. ലൈക്ക് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്, ലൈക്ക് എന്താ നിങ്ങളെന്നുള്ളൊരു വ്യക്തി ഒരിക്കലും എന്താ പറയുക ഇവരോടൊന്നും തന്നെ എന്താ ഡിമാൻഡ് ചെയ്തിട്ടില്ല. അതിപ്പം ഇവൻ ലവ് ആണെങ്കിൽ പോലും ഇവർ നിങ്ങളോട് ഏത് രീതിക്ക് ട്രീറ്റ് ചെയ്ത് നിങ്ങളെ ചെയ്തെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ സ്റ്റിൽ നിങ്ങളുടെ ഒരു തുള്ളി സ്നേഹം പോലും കുറയാതെ ഈ ഒരു വ്യക്തിയെ വീണ്ടും നിങ്ങൾ അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ലെവലിൽ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വലിയ അതിശയകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ലൈക്ക് എങ്ങനെയാണ് ഒരാൾക്ക് ഇത്രയും ആത്മാർത്ഥമായിട്ട് ഒരാളെ സ്നേഹിക്കാൻ പറ്റും? ലൈക്ക് ലവ് എന്നുള്ളൊരു വേർഡ്സ് അല്ലെങ്കിൽ ഒരു റിലേഷൻ അല്ലെങ്കിൽ ആ ഒരു വേർഡ്സ് അല്ലെങ്കിൽ എന്താ ഒരു സോൾ കണക്ഷൻ എന്നുള്ളൊരു നെയിം ഈ ഒരു വ്യക്തിക്ക് ഒരു തോട്ട്സ് വരുമ്പോൾ പെട്ടെന്ന് ഇവർക്ക് നിങ്ങളുടെ കാര്യം ഓർമ്മ, ഒരു ഇമോഷൻസ് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ലവ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് നിങ്ങളുടെ ഒരു ഫേസാണ് അവരുടെ മനസ്സിൽ വരുന്നത്. കാരണം നിങ്ങൾ അൺകണ്ടീഷണൽ ലവ് ആണ് ചെയ്തിട്ടുള്ളത്. കാരണം അത് നിങ്ങൾ പറയുന്നുണ്ടാവും, ഞാൻ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എഫോർട്ട് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കണ്ടീഷനിങ്ങിൽ നിന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വ്യക്തിയുടെ തോട്ട്സ് നിങ്ങൾ എപ്പോഴും അൺകണ്ടീഷണൽ ലവിൽ നിന്നിട്ടുണ്ട് എന്നുള്ളൊരു അങ്ങനെയുള്ളൊരു ഫീലിങ്സ് ആണ്, ഇങ്ങനെ ഒരു തോട്ട്സ് ആണ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചിട്ട് ഉള്ളത്. നിങ്ങൾ വളരെയധികം ലവബിളാണ്, നിങ്ങൾ ആ ഒരു എനർജിയാണ് ഇവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളത്. ലൈക്ക് ഈ ഒരു റിലേഷനിൽ ഒത്തിരി അധികം സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ടാവാം. പലപ്പോഴും ഈ ഒരു വ്യക്തി റിലേഷന് വേണ്ടിയിട്ട് എഫോർട്ട് എടുക്കാതിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഇവരുടേതായിട്ടുള്ള മറ്റുള്ള സുഖലോത്ഭവങ്ങളിൽ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ലൈക്ക് ഇത് കണ്ടില്ലേ, ഈ ഒരു എനർജിയിലായിരിക്കും എപ്പോഴും ഇവർക്ക് ഇവരുടെ കാര്യം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു എനർജിയിലായിരിക്കും പലപ്പോഴും ഈ ഒരു വ്യക്തി നിന്നിട്ടുള്ളത്. സ്റ്റിൽ എന്നിട്ട് പോലും നിങ്ങൾ ഈ റിലേഷനിൽ നിങ്ങളുടെ ഒരു ലയാലിറ്റി അല്ലെങ്കിൽ നിങ്ങളെന്നുള്ളൊരു വ്യക്തി ഈ റിലേഷന് വേണ്ടിയിട്ട് കൊടുക്കാനുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ
എന്താ പറയുക, ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ റിലേഷനിൽ നിന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ഈ ഒരു എനർജീസൊക്കെ അവർക്ക് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. അവർ ഈ റിലേഷനിൽ ഒരു എന്താ പറയുക, ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. ഇതിൽ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യുകയാണെങ്കിൽ ആളെ സംബന്ധിച്ചിടത്തോളം അത് ആൾക്ക് 10 ഓഫ് കപ്സ് ആണ്. കാരണം ഒരു തരത്തിലുള്ള നഷ്ടവും ഇല്ല. അപ്പം അത്രയ്ക്കും ഈ ഒരു വ്യക്തിക്ക് ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റുവാണ് ആരെങ്കിലും കുറിച്ച്, ലൈക്ക് ഈ ഒരു വ്യക്തിയുടെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു കാര്യം എന്താണേലും, സ്നേഹമാണെങ്കിലും എന്താണെങ്കിലും അത് 10 ഇരട്ടി തിരിച്ചു തരും എന്നുള്ള രീതിക്കുള്ള ഒരു എനർജീസാണ് ഇവർക്കത് ഫീൽ ചെയ്യുന്നത്. ഐ പക്ഷേ ഇങ്ങനത്തെ ഒരു എനർജീസ് നിങ്ങളെക്കുറിച്ച് വലിയൊരു മതിപ്പായിട്ടുള്ള ഒരു എനർജിയാണ് എനിക്ക് ഒരു വ്യക്തിയുടെ ഇവിടെ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവരിപ്പം ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നിങ്ങളുമായിട്ട് വേണമെന്ന് ഇവർ ഈ ഒരു ടൈമിൽ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് വല്ലാണ്ട്. ഈ ഒരു കണക്ഷൻ, ഈ ഒരു ഇവരുടെ ഒരു തോട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നിങ്ങളുടെ ഈ റിലേഷൻ അത്രയും മോശപ്പെട്ടിട്ടുള്ള സമയങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തി ഇങ്ങനെ ലൈക്ക് നിങ്ങളുടെ ഇടയിലുണ്ടായിട്ടുള്ള വഴക്കാവാം, പ്രശ്നങ്ങളാവാം, ഹാർഡ്ഷിപ്പുകളാവാം, അതിനെക്കുറിച്ചൊക്കെ ഈ ഒരു വ്യക്തി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് നന്നായിട്ട്. ഓക്കെ, സർ എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ലൈക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾ വളരെയധികം സ്പിരിച്വൽ ആണെന്നുള്ള കാര്യം ഈ ഒരു വ്യക്തിക്ക് അറിയാമായിരിക്കും. നിങ്ങൾ സ്പിരിച്വൽ മെഡിറ്റേഷൻ ചെയ്യുന്ന കാര്യമൊക്കെ ഈ ഒരു വ്യക്തിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇവർ ഓൾറെഡി സ്പിരിച്വൽ ആയിരിക്കാം, സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. വാട്ട് എവർ എന്ത് സിറ്റുവേഷൻസ് ആണെങ്കിലും ഇവിടെ ഈ ഒരു വ്യക്തിയും എന്താ പറയുക, ഇവരുടെ മനസ്സിൽ എന്താ പറയുക, ഇവർക്ക് പീസ് എന്നുള്ളൊരു വേർഡ് വരുമ്പോഴേക്കും നിങ്ങളെക്കുറിച്ചിട്ടാണ് ചിന്ത വരുന്നത്. ലൈക്ക് നിങ്ങളെന്നുള്ളൊരു വ്യക്തിയെ ഓർമ്മ വരുന്നത്. കാരണം നമ്മൾ പറയത്തില്ലേ, കണ്ണടച്ചാലും തുറന്നാലും ഒക്കെ ഒരാളുടെ ഫേസ് ആണെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പം ഇന്നത്തെ റീഡിങ് കുറച്ച് ഷുഗർ കോട്ടെന്നല്ല, കുറച്ചുകൂടെ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു റീഡിങ്സ് ആണെന്ന് തോന്നുന്നു. ട്രൂ സെൽഫിനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു റീഡിംഗ് ആണ് എനിക്ക് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു പക്ഷേ അവർ ട്രൂ സെൽഫിൽ നിന്നിട്ടുണ്ടാവില്ല. അപ്പം ആ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പം ലൈക്ക് എന്താ പറയുക, ലൈക്ക് എന്താ പറയുക, നിങ്ങളുടെ ഈ ഒരു റിലേഷൻ പലപ്പോഴും ഈ ഒരു വ്യക്തി ഒത്തിരിയധികം ഈഗോയിൽ ഈ റിലേഷൻ ഡീൽ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഇയാളെ കുറിച്ചിട്ട്. കാരണം കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജീസാണ്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്താണ്, ഫാമിലി പേഴ്സൺ ആണ്. അപ്പോൾ ഇപ്പോഴും ഫാമിലി പേഴ്സൺ മാത്രം അതിലുപരി ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി, സെൽഫിഷ് ആയിട്ടുള്ള ഒരു എനർജി, സ്ലോ ആക്ഷൻ എടുക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയാൻ പറ്റുള്ളൂ. സോ ലൈക്ക് ഈ ഒരു റിലേഷനിലാണെങ്കിലും ശരി, ഇവർക്ക് ഈ ഒരു റിലേഷൻ ഒരു നെയിം കൊടുക്കാനായിട്ട് ഒരിക്കലും പറ്റിയിട്ടുണ്ടാവില്ല. ലൈക്ക് നിങ്ങളെന്നുള്ളൊരു വ്യക്തി അവരുടെ ലൈഫിൽ എല്ലാ റോളും ചെയ്യുന്നുണ്ട്. ഒരു സിസ്റ്റർ ആയിക്കോട്ടെ, മദർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വൈഫി മെറ്റീരിയൽ ആയിക്കോട്ടെ, ലൈക്ക് ഒരു ലവർ ആയിക്കോട്ടെ, ഫ്രണ്ട് ആയിക്കോട്ടെ, എല്ലാ റോൾസും ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ. അങ്ങനത്തെ ഒരു എനർജി ഉണ്ടല്ലോ. ആ ഒരു എനർജിയിൽ ഇവരുടെ ലൈഫിൽ എല്ലാ തരത്തിലുള്ള റോളും നിങ്ങൾ നിർവഹിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ റിലേഷൻ ആണെങ്കിലും നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിനാണെങ്കിലും ഒരു നെയിം ഈ ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നത്. ലൈക്ക് നിങ്ങളെല്ലാമാണ് ഈ ഒരു വ്യക്തിയുടെ. ഒരിക്കലും ഇത് ഈ ഒരു വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ ഇപ്പം റീഡിങ്സിലൂടെ ഇത് റിവീൽ ആയിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് കറണ്ട് പോയിട്ടുണ്ട്, അതുപോലെ വീഡിയോ പോസ് ചെയ്തു ഞാൻ സഡൻലി. ഇനിയിപ്പം എന്താ പറയുക, ഇത്ര എനർജീസ് കട്ടായി. whatever. Please clarify participations. Thank you so much. Okay. മേജർ ബ്രേക്ക് ത്രൂ. ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, ഇത് ലൈക്ക് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത് ടൈംലെസ് അല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ജനുവരി ഈ ഒരു ടൈം 30th വരെ നമുക്ക് അസംഷൻ്റെ ഒരു ടൈമാണ്. സോ അതുകൊണ്ട് തന്നെ പലരിലും ട്വിൻ ഫ്ലെയിംസ് അല്ലെങ്കിൽ വാട്ട് എവർ നിങ്ങൾ സ്പിരിച്വൽ കണക്ഷൻസിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ലാത്തൊരു മേജർ ബ്രേക്ക് ത്രൂ ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കാൻ പോകുന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയിൽ ഒത്തിരിയധികം ട്രാൻസ്ഫോർമേഷൻസ് സംഭവിക്കുന്നുണ്ട്. സോ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം നമുക്ക് കേൾക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ട്രൂ സെൽഫ് ഈ ഒരു വ്യക്തിയുടെ വെളിയിൽ വരുന്നുള്ളത്. സോ നിങ്ങളും ട്രൂ സെൽഫിൽ നിൽക്കുക. ഓക്കെ, ഇപ്പോഴാ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ട്രൂ സെൽഫിൽ നിൽക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. നിങ്ങൾ സ്പിരിച്വൽ കണക്ഷൻ ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ട്രൂ സെൽഫിൽ ഒരാളുടെ അടുത്ത് നിൽക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഈഗോയും ആറ്റിറ്റ്യൂഡ്സും വെച്ചിട്ട് ലൈക്ക് നിങ്ങളിപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ കാണാൻ പോവുക, നിങ്ങൾ ഓൾറെഡി തീരുമാനിച്ചിട്ടായിരിക്കും പോകുന്നത്. ലൈക്ക് ആൾ എന്നോട് ഇങ്ങനെ പറയും, ഇപ്പം ഞാൻ ഉറപ്പായിട്ടും ഇങ്ങനെ സംസാരിക്കും. അവിടെ ഒരു ഈഗോയാണ്, നിങ്ങളുടെ ട്രൂ സെൽഫിൽ നിൽക്കാൻ പറ്റുന്നില്ല. ലൈക്ക് ഓക്കെ ഫൈൻ, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ട്രൂ ആയിട്ട് നിങ്ങളുടെ സെൽഫിൽ നിൽക്കാൻ പറ്റണം. ബിക്കോസ് എല്ലാ പെയിൻസും നമ്മളൊരു ലെസൺ ലേൺ ചെയ്യിപ്പിക്കുന്നുണ്ടാവും. സോ ലെസൺ എപ്പോഴും നമ്മൾ ലേൺ ചെയ്യണം. ഇവൻ അത് കാർമിക് ആണെങ്കിലും ട്വിൻ ഫ്ലെയിം ആണെങ്കിലും സോൾമേറ്റ്സ് ആണെങ്കിലും പാസ്റ്റ് ലൈഫ് ആണെങ്കിലും ലൈക്ക് അവർ നിങ്ങളുടെ ആ ഒരു കുറവുകളല്ല, നിങ്ങളുടെ ഒരു എനർജീസിനെയാണ് എടുത്ത് കാണിക്കുന്നുള്ളത്. അപ്പം ആ ഒരു എനർജീസ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനുള്ളതാണ്. ഓരോ സോൾസിനെയും മീറ്റ് ചെയ്യുന്നതിൽ ഒരു പർപ്പസ് ഉണ്ടാവും.
മസ്റ്റായിട്ടും ആ ഒരു സോള് നിങ്ങളുടെ കർമാസ് ക്ലിയർ ചെയ്യാനാവാം, അല്ലെങ്കിൽ നിങ്ങളെ ലെസൺ ലേൺ ചെയ്യിപ്പിക്കാനായിട്ടൊക്കെ ആയിരിക്കും. നിങ്ങളുടെ സോൾ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ഓരോ സോൾസിനെയും നിങ്ങൾ മീറ്റ് ചെയ്യുന്നത്. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക. ആദ്യം തന്നെ അക്സെപ്റ്റൻസ് വേണം. അത് സ്പിരിച്വാലിറ്റിയുടെ ഒരു ഹയർ ലെവലാണ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. യെസ്, ആ ഒരു എനർജീസ് നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ട് എന്താ പറയുക, കുറച്ച് നേരം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുമായിട്ട് എവിടെയെങ്കിലും ഫുഡ് കഴിക്കാനായിട്ട് ഒരുമിച്ച് പോകാനോ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും സെലിബ്രേഷന് പോകാനോ, കൂട്ടുകാരെ മീറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ ലൈക്ക് ഐ ഡോണ്ട് നോ ഒരു പക്ഷേ ഇവർ മീറ്റ് ചെയ്യാൻ വരുന്നത് ജസ്റ്റ് ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പോകാം എന്നൊക്കെ ഉള്ള ചുമ്മാ എന്തെങ്കിലും കാരണങ്ങളൊക്കെ പറഞ്ഞിട്ടായിരിക്കും നിങ്ങളെ വിളിക്കുന്ന കാണാൻ വേണ്ടി. ശരിക്കും ഈ ആൾക്ക് നിങ്ങളെ മീറ്റ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവാം, പക്ഷെ ആളത് കാണിക്കുന്നുണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളൊക്കെ ഇതാക്കി ഇവർ നിങ്ങളെ മീറ്റ് ചെയ്യാൻ വരാനായിട്ട് ആഗ്രഹമുണ്ട്. കാരണം അവരുടെ മൈൻഡിൽ ആ ഒരു പ്ലാൻ നടക്കുന്നുണ്ട്, ലൈക്ക് എനിക്ക് ആ വ്യക്തിയെ പോയി കാണണം, അപ്പം ഇങ്ങനെ ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് പോയാലോ എന്നുള്ള രീതിക്ക് ആൾക്ക് മീറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അതാണ് ഏറ്റവും മെയിൻ പോയിന്റത്തിൽ. സോ മേജർ ബ്രേക്ക് ത്രൂ ആണ് ഇവിടെ ഈ റിലേഷനിൽ ഈ ഒരു ടൈമിൽ നടന്നുകൊണ്ടിരിക്കുന്നുള്ളത്. ഓക്കെ, ഒരു എനർജീസാണ് നമുക്കിവിടെ കാണാനും പറ്റുന്നുള്ളത് കേട്ടോ. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇവിടെ ഹാർട്ട് ചക്ര ഹീലിങ്സ് ആരോ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. കാരണം നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേണിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഹാർട്ട് ചക്ര ഹീലിങ്സ് ചെയ്യുക. കാരണം നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീൽ ചെയ്താലുള്ള ഓപ്പോസിറ്റ് നിൽക്കുന്നത് നിങ്ങളുടെ DM ആണെങ്കിലും DF ആണല്ലോ വാട്ടെവർ, ആ ഒരു എനർജിക്ക് ഓപ്പൺ അപ്പ് ആവാൻ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ബ്ലോക്കേജസ് മാറിയാലേ ഉള്ളൂ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിലും ആ ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുള്ളൂ. സോ ഇവിടെ വാട്ടേഴ്സിൻ്റെ എനർജീസാണ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഹാർട്ട് ചക്ര ഹീലിങ്സ് ഇവിടെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഡീപ്പ് മെഡിറ്റേഷനിൽ ഈ ഹാർട്ട് ചക്ര ഫോക്കസ് ചെയ്യുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. നിങ്ങൾ ഹീലിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഹീൽ ആവുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു ട്രോമാസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഇമോഷൻസ് ഇല്ലാത്ത ഒരു മരവിച്ച അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഇമോഷൻസ് വരാനായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ ഹീലായി തുടങ്ങുന്നുണ്ട്. വിതിൻ 4 വീക്സിനുള്ളിലൊക്കെ നിങ്ങൾ കുറച്ചൊക്കെ ഹീലാവാനായിട്ടുള്ള ചാൻസസ് എനിക്കിവിടെ കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഇത്രയും നല്ലൊരു എന്താ പറയുക, നമ്മളിങ്ങനെയുള്ള റീഡിങ്സ് ഒന്നും പൊതുവെ പറയാറില്ല അല്ലേ, നമുക്കിങ്ങനെ റീഡിങ്സ് വരാറില്ല. അത് ഫസ്റ്റ് ടൈമാണ് എൻ്റെ വായിന്ന് ഇത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു റീഡിങ് വരുന്നത്, അല്ലെങ്കിൽ ഒരു ട്രൂ സെൽഫ് റീഡിങ്സ് വരുന്നുള്ളത്. ലൈക്ക് നമുക്കിങ്ങനെയുള്ള എനർജീസ് ഒന്നും കിട്ടാനില്ല. ഇത് മെയിനായിട്ട് നമ്മൾ താങ്ക്സ് പറയേണ്ടത് ഈ ടൈമിലുള്ള അസംഷൻ്റെ ഈ ഒരു എനർജിയോടാണ്. 30th വരെയുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവാം. നിങ്ങൾ വളരെയധികം മെൻ്റലി ഡൗൺ ആയി പോകാനായിട്ടുള്ള ലോ വൈബ്രേഷനിൽ പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സോ നിങ്ങൾ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്ത് ധ്യാനത്തിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ മെൻ്റൽ സ്റ്റെബിലിറ്റീനെ കയ്യിൽ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ട്, ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതർവൈസ് അപ്പോൾ എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് ആണ്. മനസ്സിലാവുക ഇതിൻ്റെ അസംഷൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും ഡൗൺ ആവുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളുടെ DMനോട് അല്ലെങ്കിൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനോട് നിങ്ങൾക്ക് ദേഷ്യവും വെറുപ്പും ഭയങ്കരമായിട്ട് റിവെഞ്ച് ചെയ്യാനൊക്കെ ഉള്ള തോട്ട്സുകളൊക്കെ നിങ്ങൾക്ക് വരും. പക്ഷെ അത് ആക്ഷൻ ഫോമിലേക്ക് ആക്കാതിരിക്കുക. ലൈക്ക് അത് നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ ചെന്നിട്ട് 2 എണ്ണം പറഞ്ഞ് ചീത്ത വിളിച്ച് ബ്ലോക്ക് ചെയ്ത് അല്ലെങ്കിൽ പിന്നെ അവരുടെ അടുത്ത് പോയിട്ട് ഇമോഷണൽ ഡ്രാമ കളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക കേട്ടോ. അടങ്ങിയിരിക്കുക. ലൈക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ അടങ്ങിയിരിക്കുക. അങ്ങോട്ടേക്ക് പോയിട്ട് നിങ്ങൾ ട്രിഗർ ചെയ്യാനായിട്ട് നിൽക്കാൻ പാടില്ല. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ചിലരുടെയൊക്കെ നിങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ടോട്ടലി കാർമിക്ക് ബ്രേക്ക് ആയി പോകാനായിട്ടുള്ള ചാൻസസ് അല്ല, കാർമിക് ബ്രേക്കിംഗ് സിറ്റുവേഷൻസും കൂടിയാണത്. ഈ ഒരു ടൈമിൽ വളരെ പവർഫുൾ എനർജി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷനിൽ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അതും ബ്രേക്ക് ആയി പോകാനുള്ള എനർജീസ് കാണുന്നുണ്ട്. സോ നിങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ട് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ ചേസ് ചെയ്യാതിരിക്കുക. അവനവൻ്റെ കാര്യം നോക്കുക. എന്തെങ്കിലും എനർജീസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജീസ് അല്ല, നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ എനർജീസ് ആണെന്നുള്ള അക്സെപ്റ്റ് ചെയ്യുക. സഡൻലി ഒരു കാര്യത്തിലും ഒരു റഷ് ചെയ്യാതിരിക്കുക. ഓക്കെ, സോ ഈ ഒരു ടൈമിൽ നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലും ശുദ്ധ മണ്ടത്തരമായിരിക്കും. സോ നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് റിഗ്രെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഡോണ്ട് ഡു ദാറ്റ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് വന്നിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്തൊന്ന് പേഴ്സണൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. ഒത്തിരി റീഡിങ്സ് എടുക്കുന്നില്ല, കുറച്ച് റീഡിങ്സ് 1-2 റീഡിങ്സ് ഒക്കെ ആയിരിക്കും എടുക്കുന്നുള്ളത്. കാരണം എനർജി ഭയങ്കര ഹെവിയാണ്. സോ താങ്ക് യു സോ മച്ച്.